മുഴുവൻ നനഞ്ഞല്ലേ? ഇവിടെ ഉണ്ട് വെള്ളം. അത് ശരിക്കും ജക്കൂസിയാണ്. ജക്കൂസി എന്ന് തന്നെ പറയാം ആ ഭാഗം. ഇടിമുഴങ്ങാം പാറയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ കയറിയിരിക്കുകയാണ്. വീട്ടിലെ ഊണ് തെന്മലയ്ക്ക് 4 കിലോമീറ്റർ മുൻപാണ് ഉണ്ണാൻ കയറിയിരിക്കുക. ഇതന്നെ കറിയ മീൻചാറ. നമ്മൾ തെന്മല എക്കോ ടൂറിസം ഓഫീസിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇടിമുഴങ്ങാം പാറ, സെന്തുരണി ഇടിമുഴങ്ങാം പാറയിൽ നമ്മൾ രാത്രിയിൽ ഒരു ദിവസത്തെ സ്റ്റേക്കായിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകും. പിന്നെ നോൺ വെജ് വേണ്ടത് നമ്മൾ മേടിക്കണം. അപ്പം ശകലം സാധനങ്ങൾ മേടിക്കാനായിട്ട് കയറിയാണ്. അപ്പം നമ്മുടെ കൂടെയുള്ളത് ശ്രീകുട്ടൻ ചേട്ടനാണ്. നമ്മളെ പിന്നെ ആരാ? ശ്രീകുട്ടൻ ചേട്ടൻ, പിന്നെ വേറെ ആരാ? ഷിയാർ. ഓക്കെ. മൊബൈൽ നെറ്റ്വർക്ക് പോലും ഇല്ലാതെ, പുറം ലോകവുമായി ബന്ധം ഇല്ലാതെ ഉൾവനത്തിനുള്ളിൽ ഒരു ദിവസത്തെ താമസം. അതാണ് ഈ ഇടിമുഴങ്ങാം പാറയിലെ താമസത്തിൻ്റെ പ്രത്യേകത. ഞാനും ജോണിക്കുട്ടിയും ജോജോയും സന്തോഷമാണ് ഇന്നത്തെ ഈ യാത്രയിൽ ഒരുമിക്കുന്നത്. നമ്മളൊന്ന് ബസ് ഇറങ്ങി സെന്തുരണി എക്കോ ടൂറിസം ഓഫീസിൻ്റെ അവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി കുട്ടവഞ്ചി ബോട്ടിംഗ് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രം പ്രവേശനം. നമ്മൾ ബോട്ടിങ്ങിന് ഉള്ളതാണ്. ഇവിടെ ബോട്ട് കിടപ്പുണ്ട്, നമ്മുടെ ബോട്ട്. ബാക്കിയുള്ളവരെല്ലാതെ കയറി കഴിഞ്ഞു. കുട്ടവഞ്ചി ബോട്ടിങ്ങും ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ സ്പീഡ് ബോട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇടിമുഴങ്ങാം പാറയിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. സമയം ഉച്ച കഴിഞ്ഞ് 2:30 കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 10 കിലോമീറ്റർ വനത്തിനുള്ളിലേക്ക് നമുക്ക് ബോട്ടിൽ പോകേണ്ടതുണ്ട്. വെയിലിന് നല്ല ചൂടാണെങ്കിലും നമുക്കെതിരെ വീശി അടിക്കുന്ന കാറ്റിൽ നമുക്ക് യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ബോട്ടിൻ്റെ ഓളത്തിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികൾ നമ്മുടെ ദേഹത്തേക്ക് വീണ് മഴ നനയും പോലെ തന്നെയായി. പ്രധാനമായും ഈ വെള്ളത്തുള്ളികൾ മുഴുവൻ ഏറ്റുവാങ്ങിയത് ഏറ്റവും മുൻപിലുള്ള സീറ്റിൽ ഇരുന്നിരുന്ന ജോണിക്കുട്ടി തന്നെയായിരുന്നു. ഗ്ലാസ് ഉള്ള ഇല്ലാത്തതുകൊണ്ട് എത്ര ഒന്ന് അടിച്ചു നമ്മൾ നന്നായിട്ട് നനയുന്നുണ്ട്. കാര്യം നമുക്കെതിരെ കാറ്റ് നന്നായിട്ടുണ്ട്. അത് കാരണം നല്ല വെള്ളം മുഴുവൻ നമ്മൾ ദേഹത്ത് മുഴുവൻ നനഞ്ഞു. ഏറ്റവും പണി കിട്ടിയ ജോണിക്കുട്ടിക്ക്. ജോണിക്കുട്ടി ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അപ്പം ഏറ്റവും ആദ്യം കാണാൻ വേണ്ടി ഫ്രണ്ടിൽ ഇരുന്നതാണ്. അവിടെ പക്ഷികളൊക്കെ ഉണ്ടത്, പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ എടുത്താ നല്ല വൃത്തിയായിട്ട് നനഞ്ഞു കഴിഞ്ഞു. എല്ലാവരും നനഞ്ഞ് കുളിച്ചിരിക്കുക. അതുപോലെയാണ്. ഈ തെന്മല ഡാമിൽ കൂടിയുള്ള ബോട്ട് യാത്രയുടെ മറ്റൊരു ആകർഷണം യാത്രക്കിടയിൽ ഡാമിന്റെ തീരങ്ങളിൽ വെള്ളം കുടിക്കാൻ ഇറങ്ങി വരുന്ന വന്യജീവി കാഴ്ചകളാണ്.
ആനയും കാട്ടുപോത്തും മാനുകളും ഉൾപ്പെടെ നിരവധി വന്യജീവികളുള്ള ഈ വനത്തിൽ കാഴ്ചകൾ സുലഭമായി കിട്ടാറുമുണ്ട്. എന്നാൽ ഉച്ച സമയമായതിനാൽ വളരെ കാഴ്ചകളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന ഞങ്ങൾക്ക് കാണാൻ കിട്ടിയത് ഒരു കാട്ടുപോത്തിനെ മാത്രമാണ്. അവിടെ ഒരു നെറ്റ്വർക്കും ഇല്ലല്ലേ? ഒന്നുമില്ല. സന്തോഷേ, മഴ എങ്ങനെയുണ്ട്? നമുക്ക് ഈ എറിച്ചിൽ അടിച്ചുകൊണ്ട് ഈ വെള്ളത്തിന്റെ തിരയെന്നുള്ള കാറ്റത്ത് ഈ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ഒരിക്കലും ഇതിന്റെ ഈ വെയിലത്തോടെ നമ്മൾ യാത്ര ചെയ്യുന്ന ചൂട് അനുഭവപ്പെടത്തില്ല. നല്ല എ സിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇടിമുഴങ്ങാം പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഇറങ്ങിയിട്ട് ഇവിടുന്ന് 1 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നാണ് അകത്തോട്ട് പോയത്. ഇത്തവണ ഏതായാലും ബോട്ട് ഈ ഞങ്ങൾ താമസിക്കുന്ന ഷെഡ് വരെ തന്നെ ചെല്ലുമെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും പോയി നോക്കാം. അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം. മിക്കവാറും അങ്ങ് വരെ ചെല്ലാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇത് മാത്രമല്ല, അന്ന് വന്നതിനേക്കാളും ചെറിയ ബോട്ടാണ്. അത് കാരണം മിക്കവാറും അവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാടും പണ്ടുണ്ടായിരുന്നതിനെക്കാട്ടിലും അന്ന് വന്നപ്പോൾ ഭയങ്കര വേനലായിരുന്നു. ആ വേനൽ കാരണം ഇതിനേക്കാളും കാട് തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ നല്ല പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന കാടാണ് കേട്ടോ. നമ്മൾ മുഴുവൻ നനഞ്ഞ്, ഒരു ഷൂസ് മുഴുവൻ നനഞ്ഞു, അടുത്ത ഷൂസ് നനഞ്ഞിട്ടേ ഇല്ല. ജോണിക്കുട്ടിയാണ് ഭാഗ്യവാൻ. നോക്കി മൊത്തം പിടിച്ചോണ്ട് നമ്മൾ താമസിക്കുന്ന ഷെഡ് അവിടെയാണ്. അവിടേക്കാണ് നമ്മൾ ബോട്ട് അങ്ങ് വരെ ചെല്ലും. വീണ്ടും ഇടിമുഴങ്ങാം പാറയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചകൾ, കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ നേരെ വിപരീതമായ കാഴ്ചകൾ കാണാനായിട്ടാണ് എത്തുന്നത്. കഴിഞ്ഞ തവണ കണ്ട കാട്ടിൽ വെള്ളമില്ലായിരുന്നെങ്കിൽ, ഈ ഡാമിൽ വെള്ളം കുറവായിരുന്നെങ്കിൽ ഇന്ന് നിറച്ച് വെള്ളമുള്ള ഭാഗത്താണ്. അങ്ങനെ അടിപൊളി ബോട്ട് യാത്ര. മഴ നനഞ്ഞ് വെയിലാണെങ്കിലും നമ്മളൊരു ശകലം പോലും വെയിൽ അറിയാതെ ഇവിടം വരെ എത്തിയിരിക്കുകയാണ്. കുടവേറ് കാരണം പുള്ളി ഇറങ്ങാൻ പറ്റുന്നില്ല. കൊച്ചു ബോട്ടായിരുന്നു, പുള്ളി ഇതല്ല വന്നത്. $100 കിലോ ഉള്ള സാധനമാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കുന്നു. കാടിനകത്തു നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ വീണ്ടും ഇടിമുഴങ്ങാം പാറയിൽ ഒരിക്കൽ കൂടെ നേച്ചേഴ്സ് ബൗണ്ടി ഇടിമുഴങ്ങാം പാറ. പേരെന്താ? സിയാദ്. നമ്മൾ വന്ന ബോട്ട് ആണ്ട കിടക്കുന്നതാണ്. ഇത് ഇവരുടെ കിച്ചൺ, പിന്നെ സോളാർ ലൈറ്റൊക്കെ ഉള്ള ഇതാണ് നമ്മുടെ റൂം. ഇതാണ് വെറും മിനിമൽ സൗകര്യങ്ങൾ മാത്രമായിട്ടുള്ള 2 ബെഡുണ്ട്, ഒരു ഫാനുണ്ട്, ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിലും ഏറ്റവും മിനിമം സൗകര്യങ്ങൾ മാത്രമാണ്. രണ്ടാമത്തെ റൂമിൽ 3 ബെഡുണ്ട്. അപ്പോൾ നമ്മൾ ഇടിമുഴങ്ങാം പാറയിൽ ഈ നമ്മുടെ റൂമെല്ലാം പൂട്ടി ഒരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം മീൻസ് ഒരു ചെറിയ തോടാണ്. ഒന്ന് കുളിക്കാൻ പോവാം. ചീനിയാണ്, ചീനി. ശാന്തം സുന്ദരം. നമ്മൾ ഈ കുളിക്കാൻ പോകുന്ന വെള്ളം ഒഴുകുന്ന ചെറിയ തോട്, ചെറിയൊരു പാറയ്ക്കിടയ്ക്കുള്ള വെള്ളം വരുന്ന ഭാഗമാണ്. നല്ലൊരു കയറ്റമാണ്. നിന്ന് അണച്ചണച്ചാണ് കയറുന്നത്. അത്ര വലിയ കയറ്റമല്ല, എന്നാൽ കയറ്റാൻ കയറി നടന്ന് പരിചയക്കുറവുള്ളവർക്ക് പെട്ടെന്ന് ക്ഷീണിക്കും. താഴെ കൂടെ ഈ അരുവി ഒഴുകുന്ന ഒച്ച നമുക്ക് നല്ല കൃത്യമായി കേൾക്കാം.
ഈ കാട്ടരുവിയിൽ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിച്ച് ആസ്വദിച്ചിരിക്കുക. ഇടിമുഴങ്ങാംപാറയിലെ ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ ഇത് തന്നെയാണ്. ഇവിടെ ഉണ്ട് വെള്ളം. അത് ശരിക്കും ജക്കൂസിയാണ്. ജക്കൂസി എന്ന് തന്നെ പറയാം ആ ഭാഗം. സന്തോഷം മോളിൽ പോയിരുന്ന് ആസ്വദിച്ച് പാട്ട് പാടുകന്നു. അപ്പോൾ ഞാൻ ഈ വെള്ളത്തിലോട്ട് പ്രകൃതിയുടെ ജക്കൂസിയിലേക്ക് ഇറങ്ങുകയാണ്. ആ മോളിൽ നിന്ന് ഒഴുകി വരുന്ന നല്ല പരിശുദ്ധമായ ജലമാണ്. ദേ ഒഴുകി ഇത് കണ്ടോ, ഇവിടുന്ന് ഒഴുകിയാണ്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് തിരിച്ചെത്തി റൂമിൽ. ഇനി വിശ്രമമാണ്. ഇവിടെ ഇരുന്ന് കാറ്റ് ആസ്വദിക്കുക, കാഴ്ചകൾ കാണുക. കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞാൽ ഇതാണ് കാണാനുള്ള കാഴ്ച. വേനൽക്കാലമാകുമ്പോൾ ഈ വെള്ളം ഇറങ്ങി 1 കിലോമീറ്റർ അപ്പുറം വരെ വെള്ളം ഉണ്ടാവുള്ളൂ. സമയം 6 മണി കഴിഞ്ഞു. നമ്മൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ സമയത്ത് ലൈറ്റ് ഇട്ടാൽ ഇവിടെ നിറച്ച് പ്രാണികളാവും. രാത്രിയായപ്പോൾ ഞങ്ങൾ 4 പേരും ചുറ്റും കൂടിയിരുന്ന് സൊറ പറഞ്ഞും ചീട്ട് കളിച്ചും പാട്ട് കേട്ടുമൊക്കെ സമയം ചെലവഴിച്ചു. ഈ സമയം ശ്രീകുട്ടൻ ചേട്ടനും ഷിബു ചേട്ടനും ഞങ്ങൾക്കുള്ള അത്താഴം തയ്യാറാക്കി. 8 മണി കഴിഞ്ഞപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും ഒക്കെ കൂടി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും ചീട്ടുകളി തുടർന്നു. എപ്പോഴോ എല്ലാവരും ഉറങ്ങാൻ പോയി. ഗുഡ് മോർണിംഗ്. ഇടിമുഴങ്ങാംപാറയിൽ രാവിലെ നമുക്കൊരു ചായ കിട്ടി. ഉണ്ടായിരുന്നുണ്ടോ ഉറക്കം? ഉറങ്ങി. രാവിലെ നല്ല തണുപ്പൊന്നുമില്ല, എന്നാൽ തണുപ്പുണ്ട്. ഒരു 15 ഡിഗ്രി കാണും അല്ലേ? അത്രേ ഉള്ളൂ. ആ വലിയ കൊടിയ തണുപ്പൊന്നും പറയാനൊന്നുമില്ല. പക്ഷെ കോട സുഖമായിട്ട് ഉറങ്ങാം. അത് തന്നെ, ചെറിയ കോടയുണ്ട്. നമ്മുടെ പാക്കേജ് പ്രകാരം രാവിലെ നമുക്ക് ഈ വനത്തിൽ കൂടി ഒരു ട്രെക്കിംഗ് ഉണ്ട്. എന്നാൽ ഞാൻ മുൻപ് പോയിട്ടുള്ളതിനാൽ ആ ട്രെക്കിംഗ് ഒഴിവാക്കി വീണ്ടും കഴിഞ്ഞ ദിവസം പോയ നീരൊഴുക്കിൽ പോയി ഒരിക്കൽ കൂടി കുളിക്കാനായി ഇറങ്ങി. അതെ അതെ. ഇത് ആന കയറത്തൊന്നുമില്ല. രാവിലെ ഇടിമുഴങ്ങാംപാറയിലെ നമ്മുടെ താമസ സ്ഥലത്താണ്. അതാണ് താമസിക്കുന്ന സ്ഥലം. ഇവിടുന്ന് വെളിയിലിട്ട് മുന്നോട്ടിറങ്ങിയിട്ട് നമ്മൾ ബോട്ട് വന്നിറങ്ങിയതും നമ്മുടെ ബോട്ട് അവിടെ കിടപ്പുണ്ട്. ഇവിടെയാണ് ബോട്ട് വന്നിറങ്ങിയത്. നിറയെ വെള്ളമായിട്ട്. പക്ഷെ വെള്ളം ഇത്രയും കയറി കിടക്കുന്നതുകൊണ്ട് വന്യമൃഗങ്ങളൊന്നും തന്നെ ഈ ഭാഗത്തോട്ട് എത്തത്തില്ല. വെള്ളം ഇല്ലാത്തപ്പോൾ വന്യമൃഗങ്ങൾ ഇവിടെ വളരെയേറെ വരും. പക്ഷേ ഈ സമയത്ത് വരുമ്പോൾ കാലാവസ്ഥ ഭയങ്കര കംഫർട്ടബിളാണ്. നല്ല തണുപ്പുണ്ട്. ഭയങ്കര തണുപ്പല്ല, എന്നാൽ നല്ല രീതിയിലുള്ള തണുപ്പും നല്ല കാലാവസ്ഥയുമാണ്. പക്ഷേ മൃഗങ്ങളെ കാണാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ വേനൽക്കാലത്ത് നമ്മളിവിടെ എത്തുമ്പോൾ ഇവിടെ വെള്ളം ഒട്ടും ഉണ്ടാവില്ല. നമ്മൾ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നാണ് നമ്മൾക്കിവിടെ എത്താനുള്ളത് വേനൽക്കാലത്താണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് മൃഗങ്ങളും കാട്ടുപോത്തെല്ലാം ഈ ഭാഗത്ത് തന്നെ വന്ന് നിരന്ന് നിന്ന് ഭക്ഷണം തീറ്റി തിന്നുന്ന കാണാം. അതാണ് വ്യത്യാസം. 2 കാലത്തും വന്നാലേ ഉള്ളൂ 2 രീതിയിൽ ഒരേ സ്ഥലം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പപ്പടം, പഴം റെഡിയാണ്. മുട്ട, പയറ്, പുട്ട്. മറ്റേ കുത്തിരിയുടെ ഇതായിരിക്കും. ഒരു ദിവസത്തെ ഇവിടുത്തെ താമസം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് രാവിലെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ശ്രീകുട്ടൻ ചേട്ടനോടും ഷിബുവിനോടും യാത്ര പറഞ്ഞ് നമ്മൾ ബോട്ടിൽ തിരിച്ച് തെന്മല ഡാമിലൂടെ 10 കിലോമീറ്റർ യാത്ര ചെയ്ത് തെന്മല എക്കോ ടൂറിസം ഓഫീസിലേക്ക് അവിടെ നമ്മുടെ വണ്ടിയുണ്ട്. അവിടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്.
ക്യാമറ ആക്ഷൻ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അപ്പോൾ നമ്മൾ നമ്മുടെ തിരിച്ചുള്ള ബോട്ട് യാത്ര തുടങ്ങി. തിരികെയുള്ള ബോട്ട് യാത്രയിൽ വന്യജീവികളെ ഒന്നിനെയും കാണുവാൻ സാധിച്ചില്ല. ഉച്ചസമയമായതിനാൽ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ച് ബോട്ട് ഇറങ്ങി ഇനിയും വീണ്ടും നമ്മുടെ ബസ്സിലേക്ക് കയറി നമ്മുടെ എക്കോ ടൂറിസം ഓഫീസിൽ ചെന്ന് നമ്മുടെ കാറിൽ കയറി വീട്ടിൽ പോകണം. നമുക്കിവിടുന്ന് ഓഫീസിലേക്ക് പോകാൻ വന്നിരിക്കുന്ന വണ്ടി ജീപ്പാണ്. ഇത് മെയിൻ റോഡല്ല സാറേ, ഡാം ഉണ്ടായിട്ട് ഞാൻ റോഡ് വന്നതാണ്. മെയിൻ റോഡ് അപ്പുറത്തോടാണ് തെന്മല വഴി പോകുന്നത്. മടങ്ങിയെത്തി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഞങ്ങൾ കേരളത്തിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് അച്ചൻകോവിൽ വഴി വീണ്ടും കേരളത്തിലെത്തിയായിരുന്നു മടക്കയാത്ര. അച്ചൻകോവിലിൽ ഇത്തവണ അമ്പലത്തിൽ തൊഴുവാനായി വന്ന ആമ്പാടി ബാലൻ, ആമ്പാടി മാധവൻകുട്ടി എന്ന 2 കൊമ്പന്മാരെ നമുക്ക് കാണുവാൻ സാധിച്ചു. അച്ചൻകോവിൽ വഴിയുള്ള ആ യാത്രയുടെ കൂടുതൽ കാഴ്ചകൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ദിസ് ഈസ് ബിജോയ് സൈനിങ് ഓഫ്. താങ്ക് യു ആൻഡ് ബൈ.